അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുക എന്ന മുദ്രാവാക്യം ചൈനയിലാകെ മുഴങ്ങി. അമേരിക്കൻ പതാകകൾ തെരുവിൽ കത്തിയെരിഞ്ഞു. ചെങ്ഡുവിലെ US കോൺസൽ ജനറലിന്റെ വസതിക്ക് പ്രതിഷേധക്കാർ തീയിട്ടു. ബീജിംഗിലെ അമേരിക്കൻ അംബാസിഡർ ജെയിംസ് സാൻസറും ഉദ്യോഗസ്ഥരും ദിവസങ്ങളോളം എംബസിക്കുള്ളിൽ ഭയന്നു വിറച്ച് തടവിലാക്കപ്പെട്ട അവസ്ഥയിലായി. ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം ചൈനീസ് പോലീസിന്റെയും സർക്കാരിന്റെയും മൗനാനുവാദവും ഉണ്ടായിരുന്നു. അമേരിക്കയുമായുള്ള എല്ലാ നയതന്ത്ര സൈനിക ഇടപാടുകളും ചൈന ഒറ്റയടിക്ക് മരവിപ്പിച്ചു. അന്നത്തെ US പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ബെയ്ജിംഗിലേക്ക് തുടർച്ചയായി വിളിച്ച ഫോൺ കോളുകൾ ചൈനീസ് ഭരണകൂടം നിഷ്കരുണം നിരസിച്ചു. ദിവസങ്ങളോളം ചൈനയിലെ അമേരിക്കൻ ഡിപ്ലോമാറ്റുകൾക്ക് ഭയത്തോടെ കഴിയേണ്ടി വന്നു. ചൈനയുടെ ഈ കടുത്ത നിലപാട് അമേരിക്കയെ അന്താരാഷ്ട്ര തലത്തിൽ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റണും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും നടത്തിയ ക്ഷമാപണങ്ങൾ തുടക്കത്തിൽ ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യാൻ പോലും തയ്യാറായില്ല.